ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്യൂലൈറ്റ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. സോ ആദ്യത്തെ പാർട്ടിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അതുകൂടാതെ ആദ്യത്തെ പാർട്ടിൽ തന്നെ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ പോലുള്ള കൺസെപ്റ്റുകളെ പറ്റിയും പറഞ്ഞു. ഇന്ന് ഈ രണ്ടാമത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രേഡ് തിയറീസിനെ പറ്റിയാണ്. നൗ ഡയറക്റ്റ്ലി നമുക്ക് ആദ്യത്തെ തിയറിയിലേക്ക് പോകാം. ഏറ്റവും ബേസിക്കായുള്ള തിയറി, അതാണ് തിയറി ഓഫ് മെർക്കൻറ്റലിസം. എന്താണ് മെർക്കൻറ്റലിസ്റ്റ് വ്യൂ എന്ന് നമുക്ക് ആദ്യം പറയാം. സോ മെർക്കൻറ്റലിസം എന്ന് പറഞ്ഞാൽ ഇതൊരു സീറോ സം ഗെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു സീറോ സം ഗെയിമാണ്. അതായത് ഏതെങ്കിലും ഒരാൾക്ക് ബെനിഫിറ്റ് കിട്ടുമ്പോൾ മറ്റൊരാൾക്ക് നഷ്ടം സംഭവിക്കുകയാണ്. ഈ ഒരു തോട്ടാണ് മെർക്കൻറ്റലിസ്റ്റ് തിയറി പറയുന്നത്. അതായത് വെൻ ഇൻ കേസ് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യം ട്രേഡ് നടത്തുന്നു, ആ രാജ്യത്തിന് ആ ട്രേഡിലൂടെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്തിന് ആ ട്രേഡിലൂടെ നഷ്ടം സംഭവിക്കുകയാണ്. അതായത് ബേസിക് ഫ്രെയിം വർക്കിൽ പറയുകയാണെങ്കിൽ എക്സ്പോർട്ട് എപ്പോഴും കൂട്ടുക, വേറാസ് ഇമ്പോർട്ട് എപ്പോഴും കുറയ്ക്കുക. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഇൻകം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ രാജ്യത്തുള്ള ഗോൾഡിൻ്റെയും ബുള്ളിയൻസിൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ സ്റ്റോക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് മെർക്കൻറ്റലിസം. ഓക്കെ, സോ ഇത് ഏർലിയസ്റ്റ് തിയറി അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഇൻ്റർനാഷണൽ തിയറി എന്ന് പറയാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട തിയറി എന്ന് പറയാം. ഇവിടെ ആക്ച്വലി ട്രേഡിനെ വ്യൂ ചെയ്യുന്ന ഒരു സീറോ സം ഗെയിം ആണെന്നാണ്. ഒരു പാർട്ടിക്ക് ഗെയിൻ ചെയ്യുന്നു, മറ്റൊരാൾക്ക് അതുവഴി ബെനിഫിറ്റ് കിട്ടുന്നില്ല. ദെൻ മെർക്കൻറ്റലിസം വാസ് എ ഡോമിനൻ്റ് ഇക്കണോമിക് തിയറി ഇൻ ഫ്രം 16 to 18 centuries. നമ്മളിപ്പോൾ യൂറോപ്യൻ കോൺക്വസ്റ്റുകളെ പറ്റി പറയുമ്പോൾ അവിടെ നമുക്ക് എടുത്തു പറയാവുന്നൊരു തിയറിയാണ് മെർക്കൻറ്റലിസം. എന്തുകൊണ്ട് യൂറോപ്യൻ ട്രേഡേഴ്സ് കൂടുതൽ ട്രേഡ് നടത്തി അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ നേടുമ്പോൾ അവരുടെ അണ്ടർലൈൻ തിയറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മെർക്കൻറ്റലിസം മാത്രമാണ്. ഓക്കെ, സോ 16 to 18 centuries emphasizing നാഷണൽ വെൽത്ത് അക്യുമുലേഷൻ ത്രൂ ട്രേഡ് സർപ്ലസ്. അപ്പോൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ട്രേഡ് സർപ്ലസിലാണ്. എന്താ ട്രേഡ് സർപ്ലസ്? ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവും വരുന്ന സിറ്റുവേഷൻ, അതാണ് ട്രേഡ് സർപ്ലസ്. അപ്പോൾ ട്രേഡ് സർപ്ലസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബെനിഫിറ്റ് എ നേഷൻ എന്നുള്ള ഐഡിയയാണ് തിയറി ഓഫ് മെർക്കൻറ്റലിസം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്താണ് ആ തിയറി എന്നുള്ള ബേസിക് കൺസെപ്റ്റ് കിട്ടിയല്ലോ. ഇനി നമുക്കതിൻ്റെ കോർ ബിലീഫ്സിലേക്ക് വരാം. കോർ ബിലീഫ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒന്ന്, വെൽത്തിനെ ഒരു ഫൈനൈറ്റ് തിങ് ആയിട്ടാണ് അവിടെ അവർ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലോബ് മൊത്തമുള്ള വെൽത്ത് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് തിങ് ആണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം നമ്മളുടെ കയ്യിലേക്ക് വരുന്നുണ്ടോ അത്രമാത്രം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുവാണ്. ഈ ഒരു തിയറിയുടെ കോർ അണ്ടർസ്റ്റാൻഡിങ് അതാണ്. വെൽത്ത് മെഷർ ചെയ്യുന്നത് ഗോൾഡിലോ സിൽവറിലോ ആണ്. ഇറ്റ് ഈസ് ലിമിറ്റഡ് ആൻഡ് നേഷൻസ് കോമ്പീറ്റ് ഫോർ ലാർജർ ഷെയർ. എല്ലാ രാജ്യങ്ങളും പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഈ വെൽത്തിൻ്റെ ലാർജർ ഷെയർ ആർക്ക് കിട്ടുന്നു എന്നുള്ളതിന് വേണ്ടിയാണ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സേ ഉള്ളൂ, അതിനുവേണ്ടി മാക്സിമം നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കും നേഷൻസ് പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് എക്സ്പോർട്സ് ഓവർ ഇമ്പോർട്ട്സ്. നേഷൻസ് വുഡ് മാക്സിമൈസ് എക്സ്പോർട്സ് ആൻഡ് മിനിമൈസ് ഇമ്പോർട്ട്സ് ടു എൻഷുർ ഇൻഫ്ലോസ് ഓഫ് പ്രഷ്യസ് മെറ്റൽസ്. ഓരോ രാജ്യത്തിനപ്പോൾ വേണ്ടത് ഈ പറയുന്ന ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഇൻഫ്ലോയാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? അവർ മാക്സിമം എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യും. അതേസമയം ഇമ്പോർട്ട്സിനെ ഡിമോട്ട് ചെയ്യും. ഇമ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഇമ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും ഈ പ്രഷ്യസ് മെറ്റൽസ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. അതേസമയം എക്സ്പോർട്ട് മാത്രമാണെങ്കിൽ നമ്മളുടെ രാജ്യത്തേക്ക് കൂടുതലായിട്ട് പ്രഷ്യസ് മെറ്റൽസ് വരും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. സോ ദേ വാല്യൂ എക്സ്പോർട്ട്സ് ഓവർ ഇമ്പോർട്ട്സ്. ദെൻ അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷനും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി താരിഫ്സ് ഇമ്പോസ് ചെയ്യുന്നു ഇൻ ഓർഡർ ടു ഡിസ്കറേജ് ഇമ്പോർട്ട്. ആൻഡ് സബ്സിഡീസ് വിൽ ബി പ്രൊവൈഡഡ് ടു പ്രൊമോട്ട് എക്സ്പോർട്ട്സ്. എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നു. സബ്സിഡീസ് വഴി കൂടുതൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു രീതി. ദെൻ കോളനൈസേഷൻ ടു സെക്യൂർ റോ മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റ്. ബ്രിട്ടീഷ് കോളനീസൊക്കെ ക്രിയേറ്റ് ചെയ്ത പർപ്പസ് എന്താണ്? അവരുടെ റോ മെറ്റീരിയലും അവരുടെ മാർക്കറ്റും എൻഷുർ ചെയ്യാൻ വേണ്ടി മാക്സിമം കോളനീസ് പിടിച്ചെടുക്കുക. ആ ഒരു കൺസെപ്റ്റൊക്കെ വരുന്നത് എവിടെയാണ്? മെർക്കൻറ്റലിസ്റ്റ് വ്യൂവിലാണ്. ഓക്കെ, സോ മെർക്കൻറ്റലിസത്തിൻ്റെ 3 കോർ ബിലീഫ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് വെൽത്ത് ഫൈനൈറ്റ് ആണെന്നുള്ള ബിലീഫാണ്. വെൽത്ത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് വെൽത്ത് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഓരോ രാജ്യങ്ങളും മാക്സിമം എഫർട്ട് കൊടുക്കുന്നത്. ദെൻ എക്സ്പോർട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഇമ്പോർട്ടിനേക്കാൾ. അതേപോലെ ഗവൺമെൻറ് ഇൻ്റർവെൻഷനുണ്ട്. 3 രീതിയിൽ ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യുന്നുണ്ട്. ഒന്ന്,
ഇമ്പോർട്ടിനെ തടയാൻ വേണ്ടി താരിഫ്സ് ഇമ്പോസ് ചെയ്യുന്നു, എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ദെൻ കോളനൈസേഷൻ വഴി റോ മെറ്റീരിയൽസും അതേപോലെ മാർക്കറ്റ്സും എൻഷുർ ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ഏത് വ്യൂ ആണ്? ഇതാണ് മെർക്കൻലിസ്റ്റ് വ്യൂ. ദെൻ മെർക്കൻലിസ്റ്റിൻ്റെ പോളിസീസ് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പ്രൊട്ടക്ഷനിസ്റ്റ് ആണ്. അതായത് ഇമ്പോർട്ടിനെ നമ്മൾ തടഞ്ഞ് നമ്മളുടെ ഇക്കോണമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുവഴി കൂടുതൽ താരിഫും അതേപോലെ കോട്ടാസും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സിനെ പറ്റി പറഞ്ഞു. അത്തരം ബാരിയേഴ്സൊക്കെ ഇമ്പോസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇക്കോണമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇമ്പോർട്ടിൽ നിന്ന് തടയുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ ആയിരിക്കും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവുക. ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് അപ്രോച്ച് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് സപ്പോർട്ട് ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് വയ സബ്സിഡീസ് കൊടുത്തുകൊണ്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സബ്സിഡീസ് കൊടുത്തുകൊണ്ടേയിരിക്കും. ദെൻ അതായത് എക്സ്പോർട്ടിന് പോവുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സബ്സിഡി, ആ ഒരു കൺസെപ്റ്റ്. യൂസ് ഓഫ് കോളനീസ് ഫോർ റിസോഴ്സസ് ആൻഡ് ട്രേഡ് എക്സ്പാൻഷൻ. അതുകൂടാതെ കോളനീസ് പിടിച്ചടക്കുകയും ആ കോളനീസിലുള്ള റിസോഴ്സസുകൾ നേടിയെടുക്കുകയും അതേപോലെ അതൊരു മാർക്കറ്റായിട്ട്, അവരുടെ മാത്രം മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തിയറി, ഈ ഒരു ഇക്കണോമിക് തിയറി തോട്ട് നമ്മളോട് പറയുന്നത്. ഇത് തന്നെയാണ് ബ്രിട്ടീഷ് ഫോളോ ചെയ്തതും യൂറോപ്യൻസ് എല്ലാവരും ഫോളോ ചെയ്തിരുന്ന ആ ഒരു സ്ട്രാറ്റജി. ക്രിറ്റിസിസം പറയാവുന്നത്, ഒന്ന് നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു സീറോ സം ഗെയിമാണ്. അതൊരു ഫാലസിയാണ്, അതൊരു എററാണ്. ബിക്കോസ് രണ്ട് പാർട്ടീസിനും അവിടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഇഗ്നോർഡ് ദി പൊട്ടൻഷ്യൽ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഓഫ് ട്രേഡ്. ട്രേഡിൽ മ്യൂച്വൽ ബെനിഫിറ്റ്സ് വരാം, ആ മ്യൂച്വൽ ബെനിഫിറ്റ് കൺസെപ്റ്റ് അവർ ഒരിടത്തും തന്നെ മനസ്സിലാക്കുന്നില്ല, അത് അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തെ ക്രിറ്റിസിസം, നെഗ്ലക്റ്റ് ഓഫ് ഫ്രീ ട്രേഡ്, മിസ്ഡ് ദി എഫിഷ്യൻസീസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ആൻഡ് കോമ്പറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് ഇവർ ആ ഒരു ഫ്രീ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നത് വഴി കിട്ടാവുന്ന ബെറ്റർമെൻറ്റ്, അതായത് സ്പെഷ്യലൈസേഷനുള്ള ഓപ്പർച്യൂണിറ്റി, കമ്പാറ്റീവ് അഡ്വാൻറ്റേജിനുള്ള ഓപ്പർച്യൂണിറ്റി, അതൊന്നും ഈ തിയറി കൺസിഡർ ചെയ്തിരുന്നില്ല. ബിക്കോസ് നമ്മൾ ഇനി വരുന്ന തിയറീസിൽ പറയാൻ പോകുന്നത് ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയും അതേപോലെ കമ്പാറ്റീവ് അഡ്വാൻറ്റേജും ഒക്കെയാണ്. അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊന്നും മെർക്കൻലിസ്റ്റ് വ്യൂവിൽ ഇല്ല. രണ്ടാമത്തെ ലിമിറ്റേഷൻ. മൂന്നാമതായിട്ട് അൺസസ്റ്റൈനബിൾ ഫോക്കസ്. അതായത് ഇതൊരു ഷോർട്ട് ഡ്യൂറേഷൻ എക്സ്പാൻഷൻ മാത്രമാണ്. ലോങ് ഡ്യൂറേഷനിൽ ഇതുവഴി നമുക്കൊരു യാതൊരു ബെനിഫിറ്റും കിട്ടില്ല. അതായത് രാജ്യങ്ങളിൽ കോളനീസ് ആക്കുന്നതിൽ നിന്നും അവരുടെ ലിമിറ്റഡ് റിസോഴ്സ് പിടിച്ചെടുക്കുക, അല്ലാതെ നമുക്കൊരു ലോങ് ഡ്യൂറേഷനിലേക്കുള്ള ബെനിഫിറ്റ് ഈ ഒരു കൺസെപ്റ്റ് വഴി കിട്ടില്ല. സോ ഓവർ എംഫസിസ് ഓൺ ഗോൾഡ് ആൻഡ് സിൽവർ ഓവർലുക്ക് ദി അഡ്വാൻസ്മെൻറ്റ്സ് ലൈക്ക് ടെക്നോളജി ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. അതായത് ഇവിടെ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഗോൾഡും സിൽവറും നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടെക്നോളജി എൻഹാൻസ്മെൻറ്റിനെ പറ്റിയോ ഹ്യൂമൻ എന്ന് പറയുന്ന എലമെൻറ്റ്, അതിൻ്റെ ഹ്യൂമൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ കൺസെപ്റ്റ്, ഹ്യൂമൻ ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടറായിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റുകളെ പറ്റിയൊന്നും ഈ തിയറി കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ തിയറി ആയിട്ടുള്ള തിയറി ഓഫ് മെർക്കൻലിസത്തെ പറ്റി പറയാനുള്ളത്.